സാർ, ബഹുമാന്യനായ ഓണക്കൂർ സാർ, പ്രിയ സുഹൃത്തു കൂടിയായ രാജശേഖരൻ, വേദിയിലിരിക്കുന്നവരെ കൂടാണ്ട് ഈ സദസ്സിലുള്ള പല ആളുകളും ഏറ്റവും അധികം അടുപ്പമുള്ളവരാണ്. ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് പ്രതാപൻ്റെ കൂടെയാണ്. കാരണം കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എങ്ങനെയാണ് അദ്ദേഹത്തെ പോയി കാണേണ്ടത് എന്ന് ഭയത്തോടെ കണ്ടിരുന്ന ഒരു നാളിൽ സാരമില്ല, ഞാൻ കൊണ്ടുപോയി പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ് പ്രതാപനാണ് വിളിച്ചു കൊണ്ടുപോയത്. മലയങ്കീഴ് ഗോപാലകൃഷ്ണനാണ് ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർ കണ്ടിരുന്നതെന്ന് നമ്മളോടൊക്കെ പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഗൂഗിളില്ല, വിക്കിപീഡിയ ഇല്ല. ആ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരാൾ മരിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരാൾക്കൊരു അവാർഡ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു സമ്മാനം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആദരവ് കിട്ടുന്നു, അവരെ പറ്റിയുള്ള വിവരങ്ങൾ പത്രം ഓഫീസിലെ ലൈബ്രറിയിലൊട്ട് ഇല്ലതാനും. ആ സന്ദർഭത്തിൽ പത്രക്കാരൊക്കെ ആദ്യമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെ ആയിരുന്നു എന്ന് വളരെ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും മലയങ്കീഴ് ഗോപാലകൃഷ്ണൻ എഴുതിയത് ഞാൻ ഇന്നും ഓർക്കുന്നു. നമുക്കൊക്കെ സ്നേഹത്തോടു കൂടി അല്ലാതെ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെ ഓർക്കാൻ കഴിയില്ല. ഒരു പണ്ഡിതനെ എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക? പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അകലെ നിന്ന് നിൽക്കുന്ന ഒരാളായിട്ടായിരിക്കും നമുക്കൊക്കെ തോന്നുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തനായി നമുക്ക് ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെ കാണാൻ സാധിച്ചത് അദ്ദേഹം ഈ അറിവ് വിളമ്പിക്കൊടുക്കുന്നതിൽ ആനന്ദിക്കുന്നത് കണ്ടിട്ടാണ്. നമ്മുടെ പുരാണത്തിലൊരു മനോഹരമായ സങ്കല്പമുണ്ട്, അന്നപൂർണ ദേവിയെക്കുറിച്ച്, പാർവതിയെക്കുറിച്ച്. എത്ര വിളമ്പിക്കൊടുത്താലും അധികമല്ല പാർവതിക്ക്. ഇനിയും ഇനിയും വിളമ്പിത്തരാനായി സന്നദ്ധയായി നിൽക്കുന്ന ദേവീ രൂപമായിട്ടാണ് പാർവതിയെക്കുറിച്ച് നമ്മുടെ മനസ്സിലെ മനോഹരമായ സങ്കല്പം. ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെ പറ്റിയും ഇതുപോലെ ഒരു സങ്കല്പമായിരിക്കും പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാവുക. എത്ര കൊടുത്താലും അദ്ദേഹത്തിന് മതിയാവുകയില്ല. ഒരിക്കൽ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഒരു 11 മണി സമയമായി, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഞാനും എൻ്റെ സഹപ്രവർത്തകനും കൂടി കോളേജിലെ ഒരു മീറ്റിങ്ങിന് വിളിക്കാനായിട്ട് പോവുകയാണ്. കുഞ്ഞമ്പിള്ള സാറ് പറഞ്ഞു, ഞാനൊരു അവതാരിക എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊന്ന് തീർക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ കാത്തിരുന്നു. അവതാരിക അദ്ദേഹം എഴുതി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്, ആർക്കാണ് ഈ അവതാരിക? ഞങ്ങളാരും കേട്ടിട്ടില്ല. തെക്കൻ തിരുവിതാംകൂറിലെ ഒരു പുരോഹിതനാണ്, അപ്പോൾ ഒരു പ്രീസ്റ്റാണ്, റവറൻ ഫാദർ, അദ്ദേഹത്തിനാണ് അവതാരിക. അപ്പം ഞാൻ ചോദിച്ചു, കവിത എങ്ങനെയാണ്? കവിതയൊന്നും അതിനെപ്പറ്റിയൊന്നും പറയാനില്ല, പക്ഷെ അദ്ദേഹത്തിന് ഞാനൊരു അവതാരിക എഴുതിയില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ നിരാശയാവും, അതുകൊണ്ട് ഞാൻ എഴുതുകയാണ് എന്ന് പറഞ്ഞു. ഞാനൊന്ന് എത്തി നോക്കിയപ്പോൾ നേരത്തെ പ്രബോധേന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ ഏറ്റവും ഉദാരമായ വാക്കുകളിൽ പ്രശംസിച്ചിരിക്കുകയാണ്. ഞാനപ്പോൾ ശങ്കരനാരായണൻ തമ്പി സാറ് പറഞ്ഞ ഒരു കഥ ഓർത്തു. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കറായിരുന്ന അദ്ദേഹം ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിൻ്റെ ഒരു ആത്മസുഹൃത്തായിരുന്നു, സഹപാഠിയായിരുന്നു തോന്നുന്നു. അദ്ദേഹം ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെ പറ്റി 2 കഥകളാണ് പറഞ്ഞത്. ഒന്ന്, ഈ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറ് കാറ് സ്വന്തമായിട്ടുള്ള ആളാണെങ്കിലും അദ്ദേഹം ഓടിക്കാത്തത് വളരെ നന്നായി. അതിൻ്റെ ധ്വനി എന്താണെന്നറിയോ? കാറ് നിർത്താൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഡ്രൈവറൊക്കെ നിർത്താൻ അറിയണമല്ലോ. പിന്നെ അദ്ദേഹം പറഞ്ഞത് വേറൊരു കഥയാണ്, അതും കഥയാവാനേ വഴിയുള്ളൂ, എങ്കിലും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെ പറ്റിയുള്ളൊരു കഥ ഉണ്ടാക്കിയതാണ്. ഒരു പോക്കറ്റ് ഇയാൾക്ക് ഞാൻ അവതാരിക എഴുതി കൊടുത്തില്ലെങ്കിൽ ഇയാളുടെ മനസ്സ് ഈ സമയത്ത് വല്ല ദുർവിചാരങ്ങളും കൊണ്ട് സമൂഹത്തിനൊരു ഭാരമായി ഇയാൾ മാറും. അത് മാറരുത്. ഇയാൾ ഇനിയും ഈ കവിത എഴുതുകയില്ലെങ്കിൽ കവിത വായിക്കുകയെങ്കിലും വേണം. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ പ്രോത്സാഹിപ്പിച്ചത് എന്ന് കുഞ്ഞമ്പിള്ള സാറ് ഒരു ദുഷ്കവിയോ അല്ലെങ്കിൽ ഒരു കവിയാണെന്ന് പറയുവാൻ ഉള്ള യോഗ്യത ഇല്ലാത്ത ഒരാളിന് കവിത എഴുതി കൊടുത്തതിനെ പറ്റി പറഞ്ഞു. എൻ്റെ പിതാവ് എസ് ഗുപ്തൻ നായർ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെ പറ്റി 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അന്ന് അദ്ദേഹം എഴുതിയ ലേഖനത്തിൻ്റെ ശീർഷകം ഇങ്ങനെയായിരുന്നു, നിറകുടം തുളുമ്പുകയില്ല എന്നൊരു ചൊല്ലുണ്ട്, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി തുളുമ്പുന്ന നിറകുടം എന്നാണ് എസ് ഗുപ്തൻ നായർ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെ പറ്റി എഴുതിയ ലേഖനത്തിന് കൊടുത്ത ശീർഷകം.
രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, വേറൊരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഞാനിങ്ങനെ ശൂരനാട് കുഞ്ഞൻപിള്ള സാറിൻ്റെ കൂട്ട് അനുഗ്രഹമുദ്രയുമായി അവതാരിക എഴുതാനിരിക്കുന്ന ഒരാളല്ല. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അവിടെയും ആ അനുഗ്രഹമുദ്ര ശൂരനാട് കുഞ്ഞൻപിള്ള സാറിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ സവിശേഷത ആയിരുന്നു. ശൂരനാട് കുഞ്ഞൻപിള്ള സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1911 ജനിച്ചത്. വേറെ 3 വലിയ കവികൾ ജനിച്ച വർഷം: ചങ്ങമ്പുഴ, വയലോപ്പള്ളി ശ്രീധരമേനോൻ, പാല നാരായണൻ നായർ. ഇവരെല്ലാവരും 1911 ജനിച്ചവരാണ്. അതിൽ ചങ്ങമ്പുഴയുടെ വഴിയായിരുന്നില്ല വയലോപ്പള്ളിയുടെ വഴി. ചങ്ങമ്പുഴയുടെയും വയലോപ്പള്ളിയുടെയും വഴിയായിരുന്നില്ല ശൂരനാട് കുഞ്ഞൻപിള്ള സാറിൻ്റെയും വഴി. പക്ഷേ അവർ തിരഞ്ഞെടുത്ത വഴികളിൽ അവർ വളരെ മറ്റുള്ളവർക്ക് കൂടി വഴികാട്ടിയായി മുമ്പോട്ട് പോകുവാൻ സാധിച്ചു എന്നത് മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് ചാരിതാർത്ഥ്യത്തോടെ ഓർക്കാം. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനെ പറ്റി വിക്കിപീഡിയയിലൊക്കെ വളരെ വിചിത്രമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും എഴുതിയിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ലെക്സിക്കോഗ്രാഫറാണെന്നുള്ളതാണ്. ശരിയാണ്. മാറി നിന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ മലയാള മഹാനിഘണ്ടു തന്നെയാണ്. ഇതുപോലെ ഒരു നിഘണ്ടു മലയാള ഭാഷയ്ക്ക് ഉണ്ടായി എന്നത് പിൽക്കാലത്ത് പിന്നീട് ശ്രേഷ്ഠ ഭാഷയായി മലയാളത്തെ അംഗീകരിക്കുന്നതിലൊക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട പങ്ക് തന്നെയാണ് വഹിച്ചത്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ തുടർന്ന് വന്ന ആളുകൾക്ക് അത് ഏറ്റെടുക്കുവാനുള്ള കെൽപ്പ് ഇല്ലാത്തവരൊന്നും അല്ല, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വേണമെങ്കിൽ ആ ഭാരം ചുമക്കാൻ കഴിയും എന്ന് തോന്നിച്ച 2-3 ആൾ, 2 പേരെങ്കിലും പിൽക്കാലത്ത് വന്നുവെങ്കിലും അവർക്കൊന്നും അതിനെ പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഈ സദസ്സിനോട് വേദനയോടെ അറിയിക്കട്ടെ. അവസാനത്തെ വോളിയം പുറത്തിറക്കി ഇന്ന് വരെ അത് വിതരണം ചെയ്തിട്ടില്ല. കേരള സർവകലാശാലയിൽ കെട്ടിക്കിടക്കുകയാണ്. അത് പിൻവലിക്കാനായി തീരുമാനിച്ചു. അശാസ്ത്രീയമായിരുന്നു അവസാന വോളിയത്തിൻ്റെ രചന. അവസാന വോളിയത്തിൻ്റെ എഡിറ്ററുടെ പേര് ഞാൻ പറയുന്നില്ല, ഓണക്കൂർ സാറിൻ്റെ ശിഷ്യനായതുകൊണ്ട്. ഓണക്കൂർ സാറിൻ്റെ ശിഷ്യൻ എന്ന് വെച്ചാൽ സാറിന് അതിനകത്ത് ഒരു പങ്കുമില്ല കേട്ടോ. സാറിനെ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കില്ല. സാറിൻ്റെ ശിഷ്യനാണ് അത് എഡിറ്റ് ചെയ്തത്. അദ്ദേഹം അന്യതാ കഴിവുള്ള ആളാണ്. ഈ പണിക്ക് കൊള്ളില്ലായിരുന്നു. ആ വോളിയം ഏതാണ്ട് 1 കോടി രൂപ, അല്ല 1 കോടിയല്ല, 70 ലക്ഷം രൂപയാണ് കേരള സർവകലാശാലയ്ക്ക് അതുകൊണ്ടുവന്ന നഷ്ടം. ആ വോളിയം മുഴുവൻ അവിടെ സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുകയാണ്. കത്തിച്ചു കളയുകയാണ് വേണ്ടത് എന്ന് ആണ് അതിനെപ്പറ്റി നേരിട്ട് കണ്ടിട്ടുള്ള ആൾ അഭിപ്രായപ്പെട്ടത്. അതിനു മുമ്പുള്ള വോളിയത്തെ പറ്റിയും അത്ര വലിയ മതിപ്പൊന്നുമില്ല ആളുകൾക്ക്. എന്ത് ചെയ്യുക, നമ്മുടെ നാട്ടിലിങ്ങനെയാണ്. എന്നാൽ പാശ്ചാത്യ സർവകലാശാലകളിലെ പ്രൊഫസർമാരെ ഇങ്ങനെയല്ല അവർ അനാദരിച്ചിരുന്നത്. സീനിയോറിറ്റിയൊക്കെ ആർക്കും നിഷേധിക്കുകയില്ല. ആ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന പദവി കൊടുക്കും. പക്ഷെ മരിക്കുന്നത് വരെ അവർക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തുടരാം. ഞാൻ ഓർക്കുന്നു, ഡോക്ടർ ആസ്കോ പർപ്പോള എന്ന് പറയുന്ന ഭാഷാശാസ്ത്രജ്ഞൻ ഫിൻലൻഡിലെ ഹെൽസിങ്കി സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹമാണ് ഇൻഡസ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തി. അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വിനയത്തോടെ പറഞ്ഞു, ഒരു ബൈലിംഗ്വൽ സ്ക്രിപ്റ്റ് കിട്ടാത്തത് കൊണ്ട് എനിക്കത് ഇനിയും പൂർണ്ണമായി വായിക്കാൻ പറ്റിയില്ല, പക്ഷേ 2 അക്ഷരങ്ങൾ ഞാൻ വായിച്ചു എന്ന് പറഞ്ഞ് മുരുകൻ എന്ന വാക്ക് വായിച്ചതിനെക്കുറിച്ചും അതുപോലെ സപ്തർഷി എന്ന വാക്ക് വായിച്ചതിനെ പറ്റിയുമാണ് അദ്ദേഹം പറയുന്നത്. ഡിസൈഫറിങ് ഇൻഡസ്ക്രിപ്റ്റ് 2 വോളിയമുണ്ട്, 2 വോളിയങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചു. പക്ഷേ അവർ ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ കുഞ്ഞൻപിള്ള സാറുമായി താരതമ്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. മരണം വരെയും നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ തുടരാം. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വേറെ വരും. അദ്ദേഹത്തിന് ശേഷം മറ്റൊരാൾ വന്നു, അതിന് ശേഷം മറ്റൊരാൾ വന്നു. ഇപ്പോൾ അദ്ദേഹം ക്യാൻസർ രോഗബാധിതനാണ്, ആസ്കോ പർപ്പോള. മരണത്തെ അഭിമുഖീകരിക്കുന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം രാവിലെ സർവകലാശാലയിൽ വരും, വൈകുന്നേരം വരെ അവിടെ ഇരിക്കും, അദ്ദേഹം തിരിച്ചു പോകും. കൂട്ടത്തിൽ പറയട്ടെ, ഫിൻലൻഡിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു സ്വകാര്യ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയുടെ പേര് പാഞ്ഞാൾ എന്നാണ്.
കേരളത്തിലെ പാഞ്ഞാളിലെ മാമണ്ണ് ഇട്ടി രവി നമ്പൂതിരിപ്പാടിനെ ഗുരുവായി കണ്ടിട്ടുള്ള ഒരു ഭാഷാശാസ്ത്രജ്ഞൻ. പാശ്ചാത്യ രാജ്യങ്ങൾ ഇങ്ങനെയാണ് പണ്ഡിതന്മാരെ ആദരിക്കുന്നത്. നമ്മളാകട്ടെ അവരെ അപമാനിക്കുന്നതിൽ ഒരു വലിയ ഒരു ക്രൂരമായ ഒരു രസം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശൂരനാട് കുഞ്ഞൻപിള്ള സാറിൻ്റെ പ്രധാനപ്പെട്ട 2 കൃതികൾ ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനവും ഉണ്ണിനീലി സന്ദേശത്തിൻ്റെ വ്യാഖ്യാനവുമാണ്. 2 പുസ്തകങ്ങൾക്കും അദ്ദേഹം എഴുതിയ ആമുഖങ്ങൾക്ക് ഒന്നിന് 200 പേജേ ഉള്ളൂ. മറ്റൊരു പുസ്തകത്തിന് ഒരു 150 പേജ് എന്ന് പറഞ്ഞാൽ എത്ര എക്സോസ്റ്റീവായിട്ടാണ്, എത്ര വിപുലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്ക് വ്യാഖ്യാനം എഴുതുമ്പോൾ അദ്ദേഹം പുസ്തകങ്ങളെ സമീപിക്കുന്നത് എന്നതിന് ഒരു ഉദാഹരണമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഉണ്ണിനീലി സന്ദേശത്തിന് ഇന്ന് പഴയ പണ്ഡിതന്മാർ കണ്ടിരുന്ന പ്രാധാന്യമൊന്നും ആധുനിക കാലഘട്ടം കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ഉണ്ണിനീലി സന്ദേശം എഴുതിയ അതിലെ നായകൻ കവിയാണോ അതോ അതൊരു കൽപ്പിത കഥാപാത്രമാണോ എന്നൊക്കെയായിരുന്നു ഒരു കാലത്തെ ചർച്ച. ആരായിരുന്നു ഈ ആദിത്യവർമ്മ എന്നതിനെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതിനൊന്നും ആളുകൾക്ക് താല്പര്യമില്ല. പക്ഷെ 14-ാം നൂറ്റാണ്ടിലെ കേരളീയ ജീവിതത്തെപ്പറ്റി പഠിക്കുന്നവർക്ക് ഉണ്ണിനീലി സന്ദേശത്തെ വിസ്മരിക്കാൻ ഒക്കുകയില്ല. അവിടെ ശൂരനാട് കുഞ്ഞൻപിള്ള സാർ എടുക്കുന്ന നിലപാട് കുറച്ച് ഉദാരമായി പോയി എന്ന് പരിഭവിക്കുന്നവർ ഉണ്ട്. അവർ ദേവദാസിമാരേ അല്ല, മറിച്ച് പ്രഭു കുടുംബങ്ങളിലെ പണ്ഡിതകളായ വനിതാ രത്നങ്ങൾ, അങ്ങനെ അദ്ദേഹം ഉപയോഗിക്കുകയുള്ളൂ, വനിതാ രത്നങ്ങളായിരുന്നു. ഉണ്ണിനീലി ഒരു വനിതാ രത്നമാണെന്ന് പറഞ്ഞാൽ പിന്നെയും സഹിക്കാം. ഈ വെള്ളൂർ നാണിയും ഒരു വനിതാ രത്നമാണോ എന്ന് ശൂരനാട് കുഞ്ഞൻപിള്ള സാറിൻ്റെ അവതാരിക വായിച്ച് ഞാനൊന്ന് സംശയിച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ. ആ സമീപനം കേരളീയ സമൂഹത്തെപ്പറ്റി, കേരളത്തിലെ ഇന്നലകളെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ വിമർശന ബുദ്ധിയോടുകൂടി അവതരിപ്പിക്കാം. PK ബാലകൃഷ്ണനെ പോലെയുള്ളവർ അങ്ങനെയാണ് ചെയ്തത്. അതല്ല സമീപനം. ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളെ കാണേണ്ടത് എന്ന ഒരു ഉദാരമായ സമീപനമായിരുന്നു ശൂരനാട് കുഞ്ഞൻപിള്ള സാറിൻ്റേത്. ഞാനിനി ലീലാതിലകത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിലേക്ക് കടക്കാം. ലീലാതിലകത്തിന് ആധുനിക കാലത്ത് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. റിച്ച് ഫ്രീമൻ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ ഈ ലീലാതിലകത്തെപ്പറ്റി അതിഗംഭീരമായൊരു പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നാളിതുവരെയുള്ള ലീലാതിലക പഠനങ്ങളെ എല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ പേര്, ശീർഷകത്തിൻ്റെ പേര് ഗ്രാമർ ആൻഡ് പോളിറ്റിക്സ്. അതായത് വ്യാകരണത്തിലൊരു രാഷ്ട്രീയമുണ്ട്. ഇതാണ് റിച്ച് ഫ്രീമന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ലീലാതിലകവും അതേ കാലത്ത് എഴുതിയ ഒരു തമിഴ് വ്യാകരണ ഗ്രന്ഥമായ ചെന്നരായം എന്ന് പറയുന്ന കൃതിയും ഒരു സംഗ്രാമധീര രവിവർമ്മയുടെ അനന്തരവൻ ഉദയ മാർത്താണ്ഡവർമ്മ കാശ് കൊടുത്ത് എഴുതിപ്പിച്ച 2 വ്യാകരണ ഗ്രന്ഥങ്ങൾ, പാരിതോഷികങ്ങൾ കൊടുത്ത് എഴുതിപ്പിച്ച 2 വ്യാകരണ ഗ്രന്ഥങ്ങളാണ്. എന്തിനു വേണ്ടി എഴുതി? അതിലെ കൂന്തൽ വാദത്തെ എടുത്തുകൊണ്ട് പറയുന്നത് കർണാടക എന്ന് പറയുന്നത് അന്യഭാഷയാണ്, തമിഴും മലയാളവും സഹോദര ഭാഷകളാണ്. ഈ ഒരു കാര്യമാണ് അതിനകത്ത് ഊന്നിപ്പറയുന്നത്. ഇത് തിരുനെൽവേലി പ്രദേശങ്ങൾ ഒരു കാലത്ത് ഭരിച്ചിരുന്ന ചേതുംഗനാട് അഥവാ ജയസിംഹനാട്, ആ നാടിന് അവിടെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി മനഃപൂർവ്വമായി എഴുതിപ്പിച്ചതാണെന്നാണ്. അത് നിൽക്കട്ടെ, അതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. ഞാൻ വീണ്ടും ശൂരനാട് കുഞ്ഞൻപിള്ള സാറിനെ എന്തുകൊണ്ട് ആളുകൾ സ്നേഹിച്ചു എന്നുള്ളതിന് ഒരു ഉദാഹരണമായി പറയാം. ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയായിരുന്നു അദ്ദേഹം. ഞാൻ ഈ മതിലകൻ രേഖകൾ ചിലതൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ശൂരനാട്ട് മുമ്പും വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. രാജശേഖരനോടുകൂടി പറയും. പൂവണ്ണറക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു ഓട്ടൻ തുള്ളൽക്കാരനെ പറ്റി മതിലകൻ രേഖയിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ പൂവണ്ണറക്കുറുപ്പ് കാർത്തിക തിരുനാൾ രാമോർമ്മയുടെ കയ്യിൽ നിന്ന് വീരശൃംഖല വാങ്ങിക്കുന്നുണ്ട്. പൂവണ്ണറ എന്ന് പറയുന്ന വീട്ടുപേരായിരിക്കണം. അതെ ഇല്ലേ? ആ അവിടെയുള്ള ഒരു കുറുപ്പ്, അദ്ദേഹം നല്ലൊരു ഓട്ടം തുള്ളൽക്കാരനായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്. ഈ പറയുന്ന കരിമ്പിൻ പുഴയിൽ താമസിച്ചിരുന്ന സാമൂതിരി, അത് ഏറാൾപ്പാടായിരുന്നു.
ആ ഏറാൾപ്പാടെന്ന് പറഞ്ഞാൽ രണ്ടാമൻ. ഒന്നാമൻ സാമൂതിരി നിലമ്പൂർ കോവിലകത്ത് നിന്ന് ദത്തെടുത്തയാളായിരുന്നു. അദ്ദേഹം ടിപ്പുവിൻ്റെ ഹൈദരാലിയുടെ ആക്രമണക്കാലത്ത് ഹൈദരാലി ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടും തൻ്റെ മന്ത്രിമാരെ മൃഗീയമായി പീഡിപ്പിക്കുന്നത് കണ്ട് വെടിമരുന്ന് പുരയ്ക്കകത്ത് കയറി തീ കൊളുത്തി ആത്മാഹുതി ചെയ്യുകയായിരുന്നു. രണ്ടാമനാണ് ഇവിടെ ഓടി അഭയാർത്ഥിയായി വന്നത്. രണ്ടാമൻ ആദ്യം വന്നത് തമ്പാനൂരിനടുത്തുള്ള ഈ മാഞ്ഞാലിക്കുളത്തുള്ള ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ കരിമ്പിൻ പുഴയിലേക്ക് കൊണ്ടുപോയത്. ആ കൊട്ടാരത്തിന് കരിമ്പിൻ പുഴ എന്ന് പേര് കിട്ടാൻ കാരണം കരിമ്പുഴ എന്ന സ്ഥലത്ത് ശ്രീകൃഷ്ണപുരത്തിനടുത്തുള്ള, പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്തിനടുത്തുള്ള കരിമ്പുഴയിൽ നിന്നാണ് ഈ രണ്ടാമനായ ഏറാൾപ്പാട് വന്നത്. അദ്ദേഹത്തിൻ്റെ അനന്തരവളായിരുന്ന മനോരമ തമ്പുരാട്ടി, ആ മനോരമ തമ്പുരാട്ടിയുമായി കാർത്തിക തിരുനാൾ രാമോർമ്മയ്ക്കുണ്ടായിരുന്ന പ്രണയം, അത് കഴിഞ്ഞ് മടങ്ങിപ്പോകൽ, അതൊക്കെ വേറെ കഥയാണ്. ഞാൻ പറഞ്ഞു വരട്ടെ, ഈ ഒരു അജ്ഞാതവാസക്കാലത്തെപ്പറ്റി സാമുദരൻസ് ഓഫ് കാലിക്കറ്റ് എഴുതിയ KV കൃഷ്ണയ്യർക്ക് ഒന്നും അറിയില്ല, കാര്യമായി ഒന്നും അറിയില്ലായിരുന്നു. ഒന്ന് പരാമർശിച്ചിട്ട് പോയോ. അപ്പോഴാണ് ഈ കരിമ്പൻ പുഴയിലെ സാമൂതിരിമാരുടെ പ്രവാസ ജീവിതത്തെപ്പറ്റി 19 വയസ്സുകാരനായ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറ് ഈ കല്യാണ സൗധം എന്ന് പറയുന്ന നോവലിൽ അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാചീന കേരളം എന്ന് പറയുന്ന പുസ്തകത്തിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണ്. കൈരളി സമക്ഷം എന്ന് പറയുന്ന പുസ്തകം നല്ല പുസ്തകമായിരുന്നേനെ ഒന്ന് എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ. അതിനകത്ത് അദ്ദേഹം OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തെപ്പറ്റി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആ ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ വായിച്ചിട്ട് അത് എത്ര കണ്ട് ഉൾക്കൊള്ളുവാൻ സാധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിൽ ചന്ദ്രോത്സവത്തെപ്പറ്റി പറയുന്ന ഭാഗം, നേരത്തെ ഉണ്ണിനീലി സന്ദേശത്തെപ്പറ്റി പറയുന്ന ഭാഗം, അനന്തപുര വർണ്ണനത്തെപ്പറ്റി പറയുന്ന ഭാഗം എല്ലാം ഗംഭീരമായിരുന്നു. ആ പുസ്തകവും ഇന്ന് നമുക്ക് കിട്ടാനില്ല. ഭാഷാദീപിക കിട്ടാനുണ്ട്. ഒരു കാലത്തെ ഒരു കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ സാഹിത്യമൊന്നും അല്ല, ഈ ഭാഷാദീപികയാണ് അവർ പഠിച്ചിരുന്നത്. ഇതൊന്നും അല്ലാത്ത ചില പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റേതായിട്ട് കണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് തിരുവിതാംകൂർ ചരിത്രം. അതൊരു കാലത്ത് പാഠപുസ്തകമായിരുന്നു. എനിക്ക് ആ പുസ്തകം തന്നത് അന്തരിച്ച CP നായർ സാറാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ പഠിച്ചിരുന്ന തിരുവിതാംകൂർ ചരിത്രം അതായിരുന്നു എന്ന്. അതുപോലെ തന്നെ എറണാകുളത്ത് VT ഇന്ദുചൂടനും മറ്റും PS വേലായുധനും മറ്റും എഡിറ്റ് ചെയ്ത കേരള ചരിത്രം എന്ന് പറയുന്ന 2 വോളിയങ്ങളിലുള്ള ബൃഹത് പുസ്തകങ്ങളിൽ വേണാടിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ളത് ശൂരനാട് കുഞ്ഞമ്പിള്ള സാറാണ്. സംഗ്രാമധീര രവിവർമ്മയെക്കുറിച്ചുള്ള ഒരു ഒന്നാന്തരം അപഗ്രഥനം തന്നെ ആ വേണാട് എന്ന ശീർഷകത്തിൽ എഴുതിയ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിൻ്റെ അനവധി ലേഖനങ്ങൾ സമാഹരിക്കപ്പെടാതെ പോയിട്ടുണ്ട്. അത് സമാഹരിക്കുന്നതിന് ഇതിൻ്റെ ഫൗണ്ടേഷൻ മുൻകൈയെടുക്കണം എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് സമർപ്പിക്കാനുള്ളത്. അതിൽ തിരുവനന്തപുരത്തെ പറ്റിയുള്ള ലേഖനം, സ്വാതി തിരുനാളിനെ പറ്റി ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയ ലഘുപുസ്തകങ്ങൾ, അങ്ങനെ എത്ര ഓണത്തെ പറ്റിയുള്ള പുസ്തകം. അവസാന കാലത്ത് അദ്ദേഹം KP പത്മനാഭൻ തമ്പി പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത ആരും കാണാത്ത ഒരു സതേൺ ക്രോണിക്കിൾ എന്ന് പറയുന്ന ഒരു മാസിക ഉണ്ടായിരുന്നു. അതിലിങ്ങനെ നിരന്തരമായി എഴുതുമായിരുന്നു. ആ സതേൺ ക്രോണിക്കിൾ ആകെ ഒരു 50 കോപ്പിയോ 100 കോപ്പിയോ മറ്റോ അടിച്ചിട്ടുണ്ടാവും. അതൊക്കെയാണ് നമുക്ക് പുസ്തക രൂപത്തിൽ കൊണ്ടുവരേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. ഒരിക്കൽ മലബാറിലെ കണ്ണൂരിൽ നിന്ന് CMS ചന്ദേര എന്ന ഫോക്ലോറിസ്റ്റ് തെയ്യങ്ങളെപ്പറ്റി ആധികാരികമായ പുസ്തകം ആദ്യകാലത്ത് എഴുതിയ ആൾ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കഥകിൻ്റെ കോളിംഗ് ബെല്ല് കേട്ടപ്പോൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് CMS ചന്ദേരയാണ്. പുലർച്ചെ എത്തുന്ന ട്രെയിനിൽ അദ്ദേഹവും മകൻ പിൽക്കാലത്ത് ജേർണലിസ്റ്റായ സഞ്ജീവനും കൂടി വന്നു. എന്നോട് പറഞ്ഞു, ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെ കാണാനായിട്ടാണ് വന്നതെന്ന് പരിചയപ്പെടുത്തി തരണം. ഞാൻ പറഞ്ഞു പരിചയപ്പെടുത്തി തരാം. എന്താണ് ഇത്ര പുലർച്ചെ ഇവിടെ വരാനുള്ള കാരണം? അത് ഞാൻ ഇന്നലെ കണ്ണൂരിലൊരു പ്രസ് കോൺഫറൻസ് നടത്തി.
അപ്പോൾ കണ്ണൂരിലെ പ്രസ് കോൺഫറൻസ് പുനത്തിൻ്റെ ചമ്പു ഗദ്യത്തെ പറ്റിയുള്ള ഒരു പുസ്തകം എഴുതിയപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്ന വാദം ശരിയാണെന്ന് ശൂരനാട് കുഞ്ഞമ്പിള്ള സാർ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം. അത് ആ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ് രാത്രിയിലത്തെ ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാതെ തിരുവനന്തപുരത്തെത്തി കുഞ്ഞമ്പിള്ള സാറിനെ കാണാനായിട്ട് ആ മെലിഞ്ഞ കുറിയ മനുഷ്യൻ വന്നിരിക്കുന്നത്, മകനെയും കൂട്ടി. കേരളം മുഴുവൻ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിൻ്റെ കാര്യത്തിൽ, കേരളീയർക്ക് മുഴുവൻ കുഞ്ഞമ്പിള്ള സാറിൻ്റെ കാര്യത്തിൽ ഒരഭിപ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി വൈശിഷ്ട്യത്തിൻ്റെ മുദ്ര. നമസ്കാരം.